സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. രാത്രിയിൽ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്ന് അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഹല്ലേലൂയ. ഇവിടെ യേശു കടലിന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പേടിച്ചു. അവര് പറഞ്ഞു, ഇത് ഭൂതമെന്ന്. എന്നാൽ യേശു ആ നിമിഷം അവരോട് പറയുകയാണ്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് യേശു നിങ്ങളുടെ പടകിലുണ്ട്. നിങ്ങളുടെ ജീവിതമാവുന്ന സാഹചര്യങ്ങളിൽ യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് ജീവിതത്തെ മുന്നോട്ട് എങ്ങനെ നയിക്കുമെന്ന് നീ പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു നിന്നോട് പറയാ, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. ആ യേശു നിന്റെ കൂടെ ഉണ്ട്. മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവാ നിന്നെ വഴി നടത്തുന്നത്. നീ പേടിക്കണ്ട, നീ ധൈര്യപ്പെട്, നിന്റെ കൂടെ ഞാനുണ്ട്. നീ ഏത് വഴിയിലേക്ക് പോകുമ്പോഴും നിന്റെ കൂടെ എന്റെ കരമുണ്ട്. ഇവിടെ യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുക, നീ ആകുന്നെങ്കിൽ ഞാനും വരട്ടെ എന്ന്. ഇന്ന് ജീവിതത്തിൽ പലരും സംശയിച്ചു നിൽക്കുക. ജീവിതയാത്രയിൽ എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ? പതറി നിൽക്കേണ്ട പ്രിയ സഹോദരങ്ങളെ, കർത്താവാ നിങ്ങളെ വഴി നടത്തുന്നത്. നിന്റെ പടകിൽ യേശു ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. യേശു പറഞ്ഞു, ധൈര്യപ്പെടുവീൻ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉണ്ട്. അവൻ നിന്നിൽ വസിക്കുന്നെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ധൈര്യപ്പെട്. അവിടെ വചനത്തിൽ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ ഒരു നിമിഷം സാഹചര്യത്തിലേക്ക് പത്രോസ് നോക്കിയപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, വരിക എന്ന്. പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു. ഇന്ന് യേശു നമ്മളെ വിളിക്കുക, വരിക എന്ന്. അവന്റെ ശബ്ദം കേട്ട് നമ്മൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്ക്, നീ വീണ് പോകത്തില്ല. യേശുവാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരും തെരഞ്ഞെടുത്തത് യേശുവാ. അങ്ങനെയെങ്കിൽ ജീവിത സാഹചര്യത്തിൽ പതറി നിൽക്കേണ്ട കാര്യമില്ല. കർത്താവാ നിന്നെ വഴി നടത്തുന്നത്. യേശു പറഞ്ഞു, ധൈര്യപ്പെടുവീൻ. കർത്താവ് പറയുക, ധൈര്യപ്പെടുവീൻ. ഇന്ന് ഭാരത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചിരിക്കുന്ന പ്രിയ സഹോദരൻ, നീ ഭാരപ്പെടണ്ട, നീ ഭയപ്പെടേണ്ട. നിന്റെ പടകിൽ യേശുവുണ്ട്. നിന്നെ വഴി നടത്തുന്നത് അവനാ. നീ ധൈര്യപ്പെടുവീൻ. ഇന്ന് ആ കർത്താവിന്റെ സമാധാനം നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ആ മടുപ്പ് മാറി, ഹൃദയത്തിന്റെ അസമാധാനം മാറി, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സമാധാനം വ്യാപരിക്കട്ടെ. ജീവിതത്തിന്റെ അവസ്ഥയെ നോക്കാതെ, ഇന്നായിരിക്കുന്ന സാഹചര്യത്തെ ഓർത്ത് ഭ്രമിച്ചു നിൽക്കാതെ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി ആ വെള്ളത്തിന്റെ മേലെ നീ ഒന്ന് നടന്നേ. ഇന്നായിരിക്കുന്ന വെള്ളത്തിന്റെ മേലെ നീ ഒന്ന് നടന്നേ. ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ മേൽ നീ നടക്ക്. കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. കർത്താവ് നിന്നെ നടത്തുന്നത്. കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. കർത്താവ് നിന്നെ വഴി നടത്തും. നിന്നെ അക്കരെ അവൻ എത്തിക്കും. നിന്നെ ലക്ഷ്യസ്ഥാനത്ത് അവൻ എത്തിക്കുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അപ്പാ, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ ഓരോരുത്തരും നീ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഇന്ന് ജീവിതയാത്രയിൽ ഭാരപ്പെട്ട് ഭയത്തോടെ ഭ്രമിച്ചു നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, നിന്റെ അത്ഭുത കരം തൊട്ട് കർത്താവേ, നിന്റെ ശബ്ദം ഇന്ന് കേൾക്കുവാൻ, ധൈര്യപ്പെടുവീൻ എന്ന ശബ്ദം കേൾക്കുവാൻ, വരിക എന്ന ശബ്ദം കേൾക്കുവാൻ, ആ ശബ്ദത്തിൽ മുന്നോട്ട് കാൽ വെക്കുവാൻ തക്കവണ്ണം കർത്താവേ, നിന്റെ മക്കളെ നീ സഹായിക്കണം. നിന്റെ കൃപയിൽ നിന്റെ മക്കളെ നീ നിർത്തിയിരിക്കുക. സ്തോത്രം. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് നിൽപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ നീ സഹായിക്കണം. ഞങ്ങൾ ഓരോരുത്തരെ നീ ശക്തീകരിക്കണം. ദിനം പ്രതി ക്രിസ്തുവിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ കരത്തിൽ പിടിച്ച് മുന്നോട്ട് നടക്കുവാൻ തക്കവണ്ണം അപ്പാ, നിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എല്ലാം അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.